കഴിഞ്ഞ ദിവസം എനിക്കൊരു സഹകരണ ബാങ്കിൽ നിന്നൊരു കോൾ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു പേഴ്സണൽ ലോൺ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. മുതലും പലിശയും പലിശയുടെ മേൽ പലിശയും മറ്റ് ചാർജസും ഉൾപ്പെടെ തിരിച്ചടക്കേണ്ട തുക ഏകദേശം ഇരട്ടിയായിരുന്നു. 2018 പ്രളയത്തിന് മുമ്പ് എടുത്തൊരു ലോൺ ആയതുകൊണ്ട് ചെറിയൊരു കൺസെഷൻ ഉണ്ട്. മുതലും പലിശയും ചെറിയൊരു ചാർജസും കൂട്ടി അടച്ചാൽ ലോൺ ക്ലോസ് ചെയ്യാം. സാധാരണക്കാരൻ്റെ ബാങ്ക് ലോൺ കഥ ഏതാണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഇതെല്ലാം പരിചിതമായിരിക്കും. പക്ഷേ ഇനി മറ്റൊരു കണക്ക് നോക്കാം. 22,006 കോടി സുഭാഷ് ചന്ദ്രയ്ക്കെതിരായി അഡ്മിറ്റഡ് ക്രെഡിറ്റേഴ്സ് ക്ലെയിംസ്. ഇതിൽ NCLT അംഗീകരിച്ച റീപേയ്മെൻറ്റ് പ്ലാനിൻ്റെ മൊത്തം തുക എത്രയെന്ന് പറയുന്നു? വെറും 6.5 കോടി. ഇതിൽ ക്രെഡിറ്റേഴ്സിന് ലഭിക്കുക വെറും 6.25 കോടി മാത്രം. 25 ലക്ഷം ഇൻസോൾവൻസി പ്രോസസ്സിനായി മാത്രം. ഇത് സി ഗ്രൂപ്പ് സ്ഥാപകൻ സുഭാഷ് ചന്ദ്ര 2016 BJP പിന്തുണയോടെ രാജ്യസഭയിലേക്ക് എത്തിയ വ്യക്തി. ഇനി കണക്ക് നോക്കാം. 22,006.57 കോടി രൂപ ക്ലെയിംസ്. ക്രെഡിറ്റേഴ്സിന് ലഭിക്കുക വെറും 6.25 കോടി രൂപ മാത്രം. അതായത് റിക്കവറി 0.03% മാത്രം. ഹെയർ കട്ട് ഏകദേശം 99.97%. ചുരുക്കി പറഞ്ഞാൽ 100 രൂപ ആവശ്യപ്പെട്ടാൽ 3 പൈസ മാത്രം റിക്കവറി. സാധാരണക്കാരൻ്റെ ലോൺ മുടങ്ങിയാൽ ചാർജസ്, പലിശ, റിക്കവറി കോൾസ്. 22,000 കോടി ക്ലെയിംസ് ഉള്ള സുഭാഷ് ചന്ദ്രയ്ക്ക് ലഭിച്ചതോ 100 രൂപയ്ക്ക് 3 പൈസ മാത്രം റിക്കവറി.